മക്കളെ, ഇന്ന് നമ്മൾ സീഗടി മച്ചലി എന്ന ചാപ്റ്ററാണ് നോക്കുന്നത്. മച്ചുആരിൻ കിസേ കഹ്തേ ഹേ. മച്ചുആരിൻ എന്ന് ആരെയാണ് പറയുന്നത്? മച്ചുആരിൻ കിസേ കഹ്തേ. ആരെയാണ് മച്ചുആരിൻ എന്ന് പറയുന്നത്? മച്ചലി ബേജ്നെ വാലി ഔരത്തുക്കോ. മച്ചലി ബേജ്നെ വാലി, മത്സ്യം വിൽക്കുന്ന സ്ത്രീയെയാണെന്ന് പറയുന്നത് മച്ചുആരിൻ എന്ന് പറയുന്നത്. കഹ്തേ ആണ് കേട്ടോ ഇവിടെ. കഹ്തേ ഹേ, കഹ്തേ ഹേ ഇവിടെ ഉണ്ട് കേട്ടോ. തേയും ഹേയും അതാണ് ഇവിടേക്ക് എഴുതിയത്. സമുദ്രമേ കോൻ ഹേ. സമുദ്രത്തിൽ ആരാണുള്ളത്? മച്ചുആര. സമുദ്രത്തിൽ ആരാണുള്ളത്? മച്ചുആര. മച്ചുആര ക്യാ കർത്താ ഹേ. മച്ചുആര എന്താണ് ചെയ്യുന്നത്? മച്ചലി പക്കടുത്താ ഹേ. മത്സ്യം പിടിക്കുകയാണ് ചെയ്യുന്നത്. മച്ചുആര എന്താണ് ചെയ്യുന്നത്? മത്സ്യം പിടിക്കുന്ന ജോലിയാണ് മച്ചുആര ചെയ്യുക. അപ്പൊ എന്താ ചെയ്യുന്നത്? മത്സ്യം പിടിക്കുകയാണ്. ഗാവ് കഹാന്ത. ഗ്രാമം എവിടെയായിരുന്നു? സമുദ്രക്കേ കിനാരെ. സമുദ്ര തീരത്ത്. എവിടെയായിരുന്നു? സമുദ്ര തീരത്ത്. ഗാവ് മേ കോൻ രഹ്താതാ. ഏക് മച്ചുആരേക്കാ പരിവാർ. ഗ്രാമത്തിൽ ആരാണ് താമസിച്ചിരുന്നത്? ഏക് മച്ചുആരേക്കാ പരിവാർ. ഒരു മച്ചുആരയുടെ കുടുംബമാണ് താമസിച്ചിരുന്നത്. മച്ചുആരയ്ക്ക് പരിവാർ മേ കോൻ കോന്തേ. മച്ചുആരയുടെ കുടുംബത്തിൽ ആരൊക്കെയാണ് ഉള്ളത്? മച്ചുആരയ്ക്ക് പത്നി, മുക്കുവൻ അല്ലെ, മുക്കുവൻ മീൻ പിടിക്കുന്ന ആള്, അയാളുടെ ഭാര്യ. മച്ചുആരയ്ക്ക് മച്ചുആര, പിന്നെ മച്ചുആരുണ്ട് അല്ലേ, മച്ചുആരുണ്ട്, മത്സ്യം പിടിക്കുന്ന അയാളും അവിടെ ഉള്ള തന്നെ. പിന്നെ എന്താണ്? മച്ചുആരയ്ക്ക് മച്ചുആരയുടെ അമ്മ. അത്രയും ആളുകളാണ് വീട്ടിലുള്ളത്. മച്ചുആര ക്യാ കർത്താതാ. സമുദ്ര സേ മച്ചലി പകർത്താതാ. മച്ചുആര എന്തു ചെയ്യുകയായിരുന്നു? സമുദ്രത്തിൽ നിന്നും മത്സ്യം പിടിക്കുകയായിരുന്നു. മച്ചുആരിൻ ക്യാ കർത്തിതി. മച്ചുആരിൻ എന്താണ് ചെയ്തിരുന്നത്? ഇൻ മച്ചലിയോങ്കോ ബാസാർ സേ ലാക്കർ. ഈ മത്സ്യങ്ങളെയെല്ലാം ബാസാർ ലേ ജാക്കർ, അങ്ങാടിയിൽ കൊണ്ടുപോയിട്ട്, ബേജ്തി ഹേ അല്ലെ, അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കുന്നു. ബേജ്തി ഹേ എന്നാട്ടോ. പിന്നെ ഇവിടെ ചായാണ്. താക്കി വള്ളിയിട. ബേജ്തി ഹേ. ബേജ്തി ഹേ. ബൂട്ടി അമ്മ ക്യാ കർത്തിതി. വൃദ്ധയായ അമ്മ എന്താണ് ചെയ്തിരുന്നത്? ജോ മച്ചലിയാ ബച്ച് ജാത്തി ഉനെ ബൂട്ടി അമ്മ ധൂപ് മേ സുഗാത്തിതി. ബാക്കി വന്ന മത്സ്യം ബൂട്ടി അമ്മ വെയിലിൽ ഉണക്കുകയായിരുന്നു. ബച്ച ക്യാ കർത്താതാ. ആ കുട്ടി എന്താണ് ചെയ്തിരുന്നത്? ബച്ച പടാ പടാ രോത്താ രഹ്താതാ. കുട്ടി കിടന്ന് കരയുകയായിരുന്നു. പടാ പടാ രോത്താ രഹ്താതാ. ബൂട്ടി അമ്മക്കെ ഹാത്ത് മേ ക്യാ ഹേ. വൃദ്ധയായ അമ്മയുടെ കയ്യിൽ എന്താണ് ഉള്ളത്? ചടി. എന്താണുള്ളത്? ചടി, വടിയാണുള്ളത് അല്ലേ. ബൂട്ടി അമ്മയുടെ കയ്യിൽ എന്താ ഉള്ളത്? വടി. മച്ചുആരിൻ ക്യോം ബാസാർ ചലി ഗയി. മച്ചുആരി എന്തിനാണ് അങ്ങാടിയിലേക്ക് പോയത്? മച്ചലി ബേജനെ. മത്സ്യം വിൽക്കാൻ. മച്ചലി ബേജനെ. മത്സ്യം വിൽക്കാൻ. ബൂഢി അമ്മ ക്യാ സുഖാ രഹീതി. മച്ചലി. ബൂട്ടിയമ്മ എന്താണ് ഉണക്കാൻ വെച്ചിരുന്നത്? മച്ചലി. ബൂട്ടിയമ്മ ക്യാ സുഖാ രഹീതി. ബൂട്ടിയമ്മ എന്താണ് സൂഖ ഉണക്കാൻ വെച്ചിരുന്നത്? മച്ചലിയാണ്. ബൂട്ടിയമ്മ ക്യാ ക്യാ കർ രഹീതി. ബൂട്ടിയമ്മ എന്തൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു? ഏക് ഹാത്ത് സേ ബച്ചേ കോ സഹലാ രഹീതി और दूसरे से കൗവോം കോ ബഗാ രഹീതി. ഒരു കൈകൊണ്ട് കുട്ടിയെ തലോടുന്നുണ്ടായിരുന്നു, മറു കൈകൊണ്ട് കാക്കയെ ആട്ടുന്നുണ്ടായിരുന്നു. കോൻസ സമയിത. എങ്ങനെയുള്ള സമയമായിരുന്നു?
ശ്യാമക്ക വൈകുന്നേര സമയം. ഏത് സമയത്താണെന്നാണ് ചോദ്യം? വൈകുന്നേര സമയം. കോൻ കോൻ ലൗട്ട്നെ വാലേതേ, ആരെല്ലാം തിരിച്ചു പോവാൻ തയ്യാറായിരുന്നു? മച്ചുവാര और उसकी ബീവി, മച്ചുവാരയും അയാളുടെ ഭാര്യയും. ബൂട്ടി അമ്മാനെ ക്യാ സോച്ച, ബൂട്ടി അമ്മ എന്താണ് ചിന്തിച്ചത്? ബൂട്ടി അമ്മാനെ ക്യാ സോച്ച. शाम हुई अब मैं सीगड़ी मछलियों को समेट कर अंदर ले आऊं, വൈകുന്നേരമായി ഇനി സീഗടി മച്ചിലികളെയൊക്കെ എടുത്തിട്ട് ഞാൻ അകത്തേക്ക് കൊണ്ടുപോവട്ടെ എന്നാണ് ആ ബൂട്ടിയമ്മ ചിന്തിച്ചത്. മച്ചലിയാം കൈസീതി, മച്ചലിയാന മത്സ്യം, മത്സ്യം എങ്ങനെയുള്ളതായിരുന്നു? മച്ചലിയാ സൂക്കി നഹീന്തി, മത്സ്യം ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല, വെയിലിൽ വെച്ചിട്ട് ഉണങ്ങിയിട്ട് ഉണ്ടായിരുന്നില്ല. മച്ചലിയാൻ കൈസീതി എങ്ങനെയാണ്? മച്ചലി വെയിലത്ത് വെച്ചതിന് ശേഷമുള്ളതാണ് ചോദിക്കട്ടോ. അപ്പം എന്താണ്? മച്ചലിയ സൂക്കി നഹീതി, മച്ചലിയ ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ബൂടി അമ്മാനെ സീഗടി മച്ചലി സേ ക്യാ പൂച്ച, ബൂട്ടി അമ്മ സീഗടി മച്ചലിയോട് എന്താണ് ചോദിച്ചത്? സീഗടി ഓ സീഗടി തും ക്യോം നഹി സൂക്കി, നീ എന്തുകൊണ്ട് ഉണങ്ങിയില്ല എന്നാണ് ചോദിച്ചത്. സീഗടി മച്ചലിനെ ക്യാ ജവാബ് ദിയ, അതിന് സീഗടി മച്ചലി എന്ത് മറുപടിയാണ് നൽകിയത്? ബൂട്ടി അമ്മ ഗാസ് ബഡ് ജാത്തി ഹെ, ബൂട്ടി അമ്മ ഗാസ് ബഡ് ഗയി ഹെ, എന്താണ് ബൂട്ടി അമ്മയോട് പറയാണ്? ബൂട്ടി അമ്മ പുല്ല് വളർന്നിട്ടുണ്ടായിരുന്നു. മച്ചലിക്കോ കിസ്നെ സൂക്കനെ സെ രോക്ക, മച്ചലിക്കോ കിസ്നെ, മത്സ്യത്തിനെ കിസ്നെ സൂക്കനെ സെ രോക്ക, ആരാണ് ഉണങ്ങുന്നതിൽ നിന്ന് തടഞ്ഞത്? ഗാസ് പുല്ല്. ബൂട്ടി അമ്മാനെ ഗാസ് സെ ക്യാ പൂച്ച, ബൂട്ടി അമ്മ പുല്ലിനോട് എന്താണ് ചോദിച്ചത്? ഗാസ് ഓ ഗാസ്, അല്ലയോ പുല്ലേ. ബദാന പറയൂ. തൂ ധൂബ് സെ ആടെ ക്യോം ആയി, നീ എന്തിനാണ് വെയിലിനെ മറച്ചത്? ഗാസ് ധൂബ് കെ ആടെ ക്യോം ആയി, ബച്ചടേനെ ഗാസ് നഹി ഗായ, പശുക്കുട്ടി പുല്ല് തിന്നിട്ടില്ല. 24ാമത്തെ ചോദ്യം നോക്കാം. ബച്ചടേനെ ഗാസ് ക്യോ നഹി ഗായി, പശുക്കുട്ടി എന്തുകൊണ്ടാണ് പുല്ല് തിന്നാതിരുന്നത്? ഗർക്കി ഔരത്തിനെ രസി നഹി ഗോലി, വീട്ടിലെ സ്ത്രീ എന്ത് ചെയ്തില്ല? കയറ് അഴിച്ചു വിട്ടില്ല. ഔരത്തിനെ ബച്ചടേക്കോ ക്യോം നഹി ചോട, ഔരത്ത് പശുക്കുട്ടിയെ എന്തുകൊണ്ട് അഴിച്ചു വിട്ടില്ല? ബച്ചാ രോന ബന്ദ് നഹി കിയ, കുട്ടി കരച്ചിൽ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇസ്ലിയെ ബച്ചടേക്കോ നഹി ഗോല, ഇതുകൊണ്ടാണ് പശുക്കുട്ടിയെ അഴിച്ചു വിടാതിരുന്നത്. ബച്ചേനെ രോന ക്യോം ബന്ദ് നഹി കിയ, കുട്ടി കരയുന്നത് അവസാനിപ്പിച്ചു എന്തുകൊണ്ട്? നിർത്തിയത് എന്തുകൊണ്ട്? ബച്ചേക്കോ ചീംട്ടീനെ കുട്ടി കരച്ചിൽ നിർത്തിയില്ല. ബന്ദ് നഹി കിയ എന്നാ പറഞ്ഞത്. കുട്ടി കരച്ചിൽ നിർത്തിയില്ല. നിർത്താതെ കരയാനിരിക്കാനുള്ള കാരണം എന്താണെന്ന ചോദ്യം. നിർത്താതെ കരയാനുള്ള കാരണം എന്ത്? ബച്ചേക്കോ ചീംട്ടീനെ കാട്ട, കുട്ടിയെ ഉറുമ്പ് കടിച്ചു, അതാണ് കാരണം. കുട്ടി ഇങ്ങനെ നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടി നിർത്താതെ കരയാനുള്ള കാരണം എന്താണ്? കുട്ടീനെ എന്ത് ചെയ്തു? ഉറുമ്പ് കടിച്ചിട്ടുണ്ട്, അതാണ് കരയുന്നത്. ചീംട്ടീനെ ബച്ചേക്കോ ക്യോം കാട്ട, ചീംട്ടി എന്തിനാണ് കുട്ടിയെ കടിച്ചത്? ബച്ചേക്ക് ചട്ടായിനെ ചീംട്ടിക്ക് രാഹ് രോക്കി, കുട്ടിയുടെ പായ ഉറുമ്പിന്റെ വഴി തടഞ്ഞു, അതുകൊണ്ടാണ് ഉറുമ്പ് കുട്ടിയെ കടിച്ചത്. മനസ്സിലായോ? അത്രയാണ് നമ്മൾ ഇതിലുള്ള പരീക്ഷാ ചോദ്യങ്ങൾ. എല്ലാവരും കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.